നമ്മൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ സ്മാർട്ട് ആവണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കുമല്ലേ? പലപ്പോഴും നമ്മുടെ സ്മാർട്ട്നെസ് ഇല്ലായ്മയൊക്കെ കാരണം അവസരങ്ങൾ നഷ്ടമായിട്ടുള്ളവരും കാണും ഈ കൂട്ടത്തിൽ. ഇന്ന് നമുക്ക് സ്മാർട്ട് ആവാനുള്ള കുറച്ച് ടിപ്സ് നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് സ്മാർട്ട് ആവാനായി ജീവിതത്തിൽ നമുക്ക് വേണ്ട ടോപ്പ് 10 ഹാബിറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, നല്ല ഒരു വായനാശീലം നമ്മളിൽ വളർത്തിയെടുക്കുക എന്നതാണ്. നോവലോ പത്രമോ ഓൺലൈൻ ആർട്ടിക്കിളോ അങ്ങനെ എന്തുമായിക്കോട്ടെ, ദിവസവും നമ്മൾ വായിച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയെ മാറ്റാനും പുതിയ ആശയങ്ങൾ, സംസ്കാരങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയിലേക്ക് നമ്മളുടെ മനസ്സിനെ എത്തിക്കാനും വായനയ്ക്ക് കഴിയും. ഒരു ദിവസം വെറും 15 മിനിറ്റ് മാത്രം വായിച്ചാൽ മതി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതെത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതായി പറയാനുള്ളത്, നമ്മുടെ മെമ്മറി പവറിനെ കൂട്ടാനുള്ള ട്രിക്കാണ്. ഒന്നും നോട്ട് ചെയ്ത് വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഷോപ്പിംഗ് ലിസ്റ്റോ സുഹൃത്തിന്റെ ജന്മദിനമോ ഫോൺ നമ്പരോ അങ്ങനെ എന്തും നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. ആദ്യം ഇത് ബുദ്ധിമുട്ടുള്ളതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് നിങ്ങളുടെ മെമ്മറി പവറിനെ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം കൊണ്ടെത്തിക്കാൻ കഴിവുള്ള ഒരു മെന്റൽ വർക്കൗട്ടാണ്. ഓരോ വട്ടവും നിങ്ങൾ ഇത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫോക്കസും പവറും അത് കൂട്ടിക്കൊണ്ടേയിരിക്കും. അടുത്ത ഹാബിറ്റ് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുട്ടികൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് അവരെ കൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നത്. എന്നാൽ കുറച്ച് വലുതാവുമ്പോൾ നമ്മളത് നിർത്താറാണ് പതിവ്. എന്നാൽ അത് പാടില്ല. എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ക്യൂരിയോസിറ്റി നമ്മളിൽ വളർത്തിയെടുക്കണം. എന്തുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ അതിനെക്കുറിച്ച് അറിയാവുന്നവരോടോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കണം. ഉത്തരങ്ങൾ അറിയുകയും വേണം. നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിലൂടെയും നമ്മളുടെ മൈൻഡ് ഷാർപ്പനായിക്കൊണ്ടേയിരിക്കും. അടുത്ത ഹാബിറ്റ് നോക്കാം. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 5 ആൾക്കാരുടെ ആവറേജ് ആയിരിക്കും നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാണ് പറയപ്പെടുന്നത്. ഇത് എല്ലാ കേസിലും കറക്റ്റ് ആയിരിക്കില്ല. എന്നാലും ഒട്ടുമിക്ക കേസുകളിലും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ഇടപഴകുന്ന മനുഷ്യർ വളരെ സ്മാർട്ടും നോളജബിളും ക്യൂരിയസുമായിട്ടുള്ളവരാണെങ്കിൽ അത് നമ്മളിൽ പോസിറ്റീവായ ചേഞ്ചസ് ഉണ്ടാക്കും. അവരുമായുള്ള ഹെൽത്തി കോൺവെർസേഷൻസ് വഴി അവരുടെ ഐഡിയാസും പെർസ്പെക്റ്റീവും എല്ലാം നമ്മളിലേക്ക് എത്തുകയും അതുവഴി നമ്മളിൽ വളർച്ച ഉണ്ടാവുകയും ചെയ്യും. അടുത്തതായി പറയാനുള്ളത്, നമ്മളിൽ എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം എന്നാണ്. നമുക്ക് നേടാനുള്ളത് എന്തെന്നുള്ളത് എഴുതി വയ്ക്കുകയും അത് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യുകയും വേണം. അത് നിങ്ങളുടെ തലച്ചോറിന് ഒരു ദിശയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ലക്ഷ്യവും നൽകും. അതായത്, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കായി ഒരു മാപ്പ് രൂപപ്പെടുത്തുക. അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പും നമ്മുടെ ബ്രെയിനിനെ മോട്ടിവേറ്റ് ചെയ്യുകയും പുതിയ വഴികൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും. അടുത്തതായി പറയാനുള്ളത് ഇടവേളകളെ കുറിച്ചാണ്. നമ്മൾ എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ തന്നെ കൂട്ടാൻ സഹായിക്കും. നമ്മുടെ ബ്രെയിനിനെ ഒരു ബാറ്ററിയായി സങ്കല്പിക്കുക. അപ്പോൾ ചാർജ് തീരുമ്പോൾ ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്യില്ലേ? അപ്പൊ പവർഫുൾ ആയിട്ട് ഡിവൈസ് വീണ്ടും പ്രവർത്തിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഓരോ ബ്രേക്ക് എടുത്ത് വരുമ്പോൾ നമ്മുടെ മൈൻഡും ഒന്ന് റിഫ്രഷ് ആകുക, പഴയതിലും മികച്ചതായി പ്രവർത്തിക്കുകയും ചെയ്യും. അടുത്തതായി പറയാനുള്ളത്, എപ്പോഴും നന്ദിയുള്ളവർ ആയിരിക്കുക എന്നാണ്. ഹൃദയത്തിനും മനസ്സിനും ഒരുപോലെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നത്. ഇത് നിങ്ങളെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നയിക്കുകയും ചിന്തയെ ശക്തമായി സ്വാധീനിക്കുകയും ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് സ്ട്രെസ് കുറയ്ക്കാനും വ്യക്തമായി ചിന്തിക്കാനും ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനും ജീവിതത്തിൽ സമാധാനം കൊണ്ടെത്തിക്കാനും സഹായിക്കും. അടുത്തതായി പറയാനുള്ളത്,
പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പഠിപ്പിക്കുകയാണെന്നാണ്. നമ്മൾ പഠിച്ച ഏതൊരു കാര്യമാണെങ്കിലും അത് മറ്റൊരാളോട് വിശദീകരിക്കുമ്പോൾ അത് സ്വയം നന്നായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുതിയ സ്കില്ല് ലഭിക്കുമ്പോഴോ പുതിയ അറിവ് ലഭിക്കുമ്പോഴോ മറ്റുള്ളവരുമായി അത് പങ്കിടുക. മറ്റൊരാളെ പഠിപ്പിക്കുന്നത് ഓർമ്മശക്തി കൂട്ടാൻ മാത്രമല്ല, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിംഗ് കൂട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ മറ്റാളുകളോട് കണക്ട് ചെയ്യാനും അവരെ ഇൻസ്പയർ ചെയ്യാനുമുള്ള ഒരു അവസരം കൂടിയാണിത്. അടുത്തതായി പറയാനുള്ളത് ശാരീരിക വ്യായാമത്തെ പറ്റിയാണ്. നമ്മൾ സ്മാർട്ടായിരിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഫിസിക്കൽ എക്സസൈസ്. ഇത് ശരീരത്തിന് മാത്രമല്ല നമ്മുടെ ബ്രെയിനിനും വളരെ നല്ലതാണ്. നമ്മളുടെ ബോഡി അനങ്ങുമ്പോൾ അത് ഓർമ്മശക്തിക്കും പഠനത്തിനും മെന്റൽ ക്ലാരിറ്റിക്കും ആവശ്യമായ കെമിക്കൽസ് റിലീസ് ചെയ്യും. മാനസികമായി ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴുള്ള വെറും 20 മിനിറ്റ് നടത്തം പോലും നമ്മളുടെ മാനസികാവസ്ഥയെ മുഴുവനായും മാറ്റാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയ ഒരു വ്യായാമ ശൈലി ജീവിതത്തിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അവസാനമായി പറയാനുള്ളത് വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഹാബിറ്റാണ്. എല്ലാ ദിവസവും തീരുമ്പോൾ അന്നത്തെ ദിവസത്തിലെ നമ്മുടെ പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞു നോക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കണം. ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഞാൻ എന്താണ് നന്നായി ചെയ്തത്? എനിക്ക് വ്യത്യസ്തമായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? എനിക്ക് എന്തൊക്കെ മികച്ചതാക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് സ്വയം ചോദിക്കുന്നത് വഴി നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും കൂടുതൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്താനും സാധിക്കും. മാത്രമല്ല ഇത് നമ്മുടെ ബ്രെയിനിന് ഒരു റീക്യാപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയെ ഷാർപ്പൻ ചെയ്യാനും ഈ പ്രക്രിയ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്മാർട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തീർച്ചയായും വളർത്തിയെടുക്കേണ്ട കുറച്ച് ഹാബിറ്റുകൾ. എല്ലാം പറ്റിയില്ലെങ്കിലും ഇതിൽ ഏതേലും ചില ഹാബിറ്റ്സ് എങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്ത് നോക്കൂ. അത് നിങ്ങളിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നത് തീർച്ചയായ കാര്യമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.